നമസ്കാരം, ഇൻസൈഡിലേക്ക് സ്വാഗതം. ശനിയാഴ്ച ദിവസം അതാണ് അവസാന താക്കീത് ഇസ്രയേലും അമേരിക്കയും ഹമാസിന് നൽകിയിരിക്കുന്നത്. അതില്ലെങ്കിൽ വീണ്ടും ഘോരയുദ്ധം നടത്തുമെന്ന മുന്നറിയിപ്പ് നെതന്യാഹു ഔദ്യോഗികമായൊരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. യുദ്ധഭീഷണി വീണ്ടും ഇസ്രയേൽ പലസ്തീന് നേരെ ഉയർത്തുമ്പോൾ ലോകരാജ്യങ്ങൾ ഒരിടവേളയ്ക്ക് ശേഷം വളരെ ഭീതിയോടുകൂടിയാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങളെ നോക്കിക്കാണുന്നത്. ശനിയാഴ്ച ഉച്ചയോടുകൂടി ബന്ദികളെ കൈമാറിയിട്ടില്ലെങ്കിൽ ഗാസയിൽ വീണ്ടും യുദ്ധമെന്ന മുന്നറിയിപ്പാണ് ഹമാസിന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകുന്നത്. 4 മണിക്കൂർ നീണ്ടുനിന്ന മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഇങ്ങനെ ഒരു ഭീഷണി ഉയർത്തുകയാണ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബന്ദികളെയും ശനിയാഴ്ചയ്ക്കകം തന്നെ മോചിപ്പിക്കണം. അമേരിക്കൻ പ്രസിഡന്റ് ട്രംപിന്റെ ആവശ്യത്തോട് വഴങ്ങിയില്ലെങ്കിൽ ഹമാസിനെതിരെ നരകത്തിന്റെ കവാടങ്ങൾ തുറക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഹമാസിന്റെ തടവിൽ ഇനി അവശേഷിക്കുന്ന 76 ബന്ദികളെയും മോചിപ്പിക്കണമെന്നാണോ, അതോ ഈ ശനിയാഴ്ച മോചിപ്പിക്കാനിരിക്കുന്ന 3 പേരെ മാത്രമാണോ മോചിപ്പിക്കേണ്ടത് എന്നുള്ള കാര്യം നെതന്യാഹു വ്യക്തമായി പറയുന്നില്ല. അതിലൊരു അവ്യക്തത നിലനിൽക്കുന്നുണ്ട്. എന്നിരുന്നാലും പൂർണ്ണമായും ബന്ദികളെ മോചിപ്പിക്കണമെന്നുള്ള നിലപാട് തന്നെയാണ് ട്രംപ് സ്വീകരിച്ചിരിക്കുന്നത്. എത്ര ബന്ദികളെ മോചിപ്പിക്കണമെന്ന കാര്യത്തിൽ അവ്യക്തത നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഹമാസിന്റെ നീക്കം എന്തായിരിക്കുമെന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. മുഴുവൻ ബന്ദികളെയും വിട്ടയക്കാത്ത പക്ഷം ഇസ്രയേൽ സമാധാന കരാർ റദ്ദാക്കുമെന്നും നരകം തുറക്കട്ടെ എന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു നരകവാതിൽ തുറക്കാൻ തന്നെയാണ് ഇസ്രയേലും തയ്യാറെടുത്തിരിക്കുന്നത്. ഇതുവരെ കണ്ടതുപോലെ ആയിരിക്കില്ല. ഇനിയൊരു യുദ്ധത്തിലേക്ക് കടക്കുകയാണെങ്കിൽ പൂർണ്ണമായ ശുദ്ധികലശം തന്നെയായിരിക്കും. എല്ലാവരെയും തീർത്ത് കെട്ടിയിട്ട് ഇത് അവസാനിപ്പിക്കൂ എന്നുള്ള നിലപാടിലേക്ക് തന്നെ ആയിരിക്കും ഇസ്രയേൽ കടക്കുന്നത്. ജോ ബൈഡൻ അല്ല, പകരം ഇപ്പോൾ അധികാര സ്ഥാനത്തിരിക്കുന്നത് ട്രംപാണ്. ഒറ്റയടിക്ക് കാര്യങ്ങൾ തീർത്ത് കെട്ടുന്നതിൽ, പൂർണ്ണമായും ഉന്മൂലനം ചെയ്യുന്നതിൽ പേരുകേട്ട ട്രംപ് യുദ്ധമുഖത്തേക്ക് ഇറങ്ങിയാൽ എന്ത് സംഭവിക്കുമെന്നുള്ള ആവലാതി തന്നെയാണ് ഏവർക്കുമുള്ളത്. വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചുകൊണ്ട് ബന്ദികളെ കൈമാറില്ല എന്ന് കഴിഞ്ഞ ദിവസമായിരുന്നു ഹമാസിന്റെ ഭീഷണി ഉയർത്തിയത്. അതോടെയാണ് മധ്യപൂർവ്വ ദേശ വിഷയത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് വീണ്ടും ഇടപെടേണ്ടി വന്നത്. ഹമാസിന്റെ നീക്കത്തെ ഭയാനകമെന്നാണ് വിശേഷിപ്പിച്ചത്. വെടിനിർത്തലിന് പിന്നാലെ എന്തു ചെയ്യണമെന്ന് ഇസ്രയേൽ തീരുമാനിക്കട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങനെ ഇസ്രയേലിന് പൂർണ്ണ അധികാരം നൽകുകയാണ്. ഇസ്രയേലിന്റെ ഇഷ്ടാനുസരണം മുന്നോട്ട് നീങ്ങാനുള്ള എല്ലാ തരത്തിലുമുള്ള പിന്തുണയാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നും ലഭിക്കുന്നത്. മുന്നറിയിപ്പിന് പിറകെ വസ്തുതകൾ എന്താണെന്ന് ട്രംപ് ഒന്നും തന്നെ തുറന്നു പറയുന്നില്ല. എന്നാൽ താൻ പറഞ്ഞത് ഹമാസിന് കൃത്യമായി മനസ്സിലായി എന്നാണ് ട്രംപ് പറയുന്നത്. ഗാസ വാങ്ങുകയും സ്വന്തമാക്കുകയും ചെയ്യുമെന്ന് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. നരകമായ ഒരു മേഖലയെ സ്വർഗവാതിലാക്കി മാറ്റാനാണ് ട്രംപിന്റെ ലക്ഷ്യം. അതിനവിടെ ഉണ്ടായിരിക്കുന്ന പൂർണ്ണമായും ആളുകളെ ഒഴിപ്പിക്കാനോ ഭീകരരെ ഉന്മൂലനം ചെയ്യാനോ ഒന്നും തന്നെ ട്രംപ് മടിക്കില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് അധികാരത്തിലേക്കാണ് അമേരിക്ക ഇത് ചെയ്യാൻ പോകുന്നത് എന്ന കാര്യവും ട്രംപ് ഇതുവരെയും വ്യക്തമാക്കിയിട്ടില്ല. ഒരുപക്ഷെ ഭീകരമായ ഒരു യുദ്ധത്തിലേക്ക് കടക്കുന്നു. തീച്ചൂളകൾ മാത്രമാകുന്നു എങ്ങുമെങ്കിൽ അവിടെ ആളുകൾ പലായനം ചെയ്യും, നിരവധി ആളുകൾ മരിച്ചു വീഴും. അതിന് പിന്നാലെ അമേരിക്ക ആ സ്ഥലം സ്വന്തമാക്കാനാണോ ഇതിന് പിന്നിൽ ലക്ഷ്യമെന്നും പലരും സംശയിക്കുന്നുണ്ട്. ഇസ്രയേൽ ഹമാസ് വെടിനിർത്തൽ കരാർ റദ്ദാക്കുമെന്ന ട്രംപിന്റെ ഭീഷണിക്കെതിരെ മറുപടിയുമായി മുതിർന്ന ഹമാസ് നേതാവ് സമി അബൂ സുഹ്രിയും രംഗത്ത് വന്നിരുന്നു. തങ്ങൾ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാൻ ഇപ്പോഴും പ്രതിജ്ഞാബദ്ധരാണെന്നാണ് പറയുന്നത്. പക്ഷേ കരാർ നടപ്പിലാക്കുന്നതിൽ എന്തെങ്കിലും താമസമോ സങ്കീർണതയോ സംഭവിച്ചാൽ അതിന് ഉത്തരവാദി തങ്ങളല്ല, മറിച്ച് ഇസ്രയേൽ ആയിരിക്കും എന്നാണ് നെതന്യാഹുവിന്റെ പ്രസ്താവനയോടുള്ള ഹമാസിന്റെ പ്രതികരണം. ഇരു രാജ്യങ്ങളും ഒരുപോലെ മാനിക്കേണ്ട ഉടമ്പടി തയ്യാറാക്കിയിട്ടുണ്ടെന്നും ബന്ദികളെ മോചിപ്പിക്കുന്നതിനുള്ള മാർഗം അത് മാത്രമാണെന്നും ഭീഷണിയുടെ ഭാഷ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാക്കാനേ സാഹചര്യമൊരുക്കൂ എന്നാണ് സമി അബൂ സുഹ്രി ഓർമ്മപ്പെടുത്തുന്നത്. ഗാസ സ്വന്തമാക്കുമെന്ന് ട്രംപ് പറഞ്ഞതിന് പിന്നാലെ ഗാസയ്ക്കുള്ള മാനുഷിക സഹായം തടഞ്ഞതുൾപ്പെടെയുള്ള വിഷയങ്ങൾ രംഗത്ത് വന്നിരുന്നു. 3 ആഴ്ചത്തെ വെടിനിർത്തൽ കരാർ ഇസ്രയേൽ ലംഘിച്ചതായി കഴിഞ്ഞ ദിവസം ഹമാസിന്റെ ആരോപണം പിന്നാലെ വന്നതിന് ശേഷമാണ് ഈ വിഷയങ്ങളൊക്കെ ഉടലെടുത്തത്. എല്ലാ ബന്ദികളെയും വിട്ടയച്ചില്ലെങ്കിൽ കരാർ റദ്ദാക്കുന്നതടക്കമുള്ള അവസാനിപ്പിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുന്നതിന് യാതൊരുവിധ മടിയും കാണില്ല എന്ന് ട്രംപും പറയുന്നുണ്ട്. ഏത് പ്രതികൂല സാഹചര്യത്തെയും നേരിടാൻ തയ്യാറെടുത്തോളൂ എന്നാണ് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി സൈന്യത്തോട് തന്നെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. കരാറിന്റെ പൂർണ്ണമായ ലംഘനമാണ് ഹമാസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തരത്തിലുള്ള ദയയും തങ്ങളുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിക്കരുതെന്നാണ് ഇസ്രയേൽ കാറ്റ്സിന്റെയും പ്രതികരണം. അതേസമയം അനധികൃത കുടിയേറ്റക്കാരെ കൂട്ടത്തോടെ നാട് കടത്തുന്ന അമേരിക്കയുടെ നടപടിയെയാണ് ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ വിമർശിച്ചിരിക്കുന്നത്. ട്രംപിന്റെ നയം വളരെ മോശമായി അവസാനിക്കുമെന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മുന്നറിയിപ്പ്. അമേരിക്കൻ ബിഷപ്പുമാർക്ക് അയച്ച കത്തിലൂടെയാണ് മാർപ്പാപ്പ ഇക്കാര്യം എടുത്തു പറയുന്നത്. അനധികൃത കുടിയേറ്റക്കാരെല്ലാം കുറ്റക്കാരല്ലെന്നും മാർപ്പാപ്പ എടുത്തു പറയുന്നു. കുടിയേറ്റക്കാരെ നാട് കടത്തുന്ന വാർത്ത ശരിയാണെങ്കിൽ അത് വിപത്തായി മാറുമെന്നാണ് മാർപ്പാപ്പയുടെ ഓർമ്മപ്പെടുത്തൽ.
അനധികൃത കുടിയേറ്റം തടയാനുള്ള മാർഗം ഇതല്ല. കൊടും പട്ടിണിയും ചൂഷണവും പ്രകൃതി ദുരന്തവും കാരണം രക്ഷ തേടി വന്നവരെ നാടുകടത്തുന്നത് അവരുടെ അന്തസ്സിനെ മുറിവേൽപ്പിക്കുന്ന നടപടിയാണെന്നും ഈ തീരുമാനം അവരെ ദുർബലരും പ്രതിരോധിക്കാൻ കഴിയാത്തവരുമാക്കി മാറ്റുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കൂട്ടത്തോടെ ആളുകളെ നാട് കടത്തുന്നതോടെ അമേരിക്കയിലുണ്ടായ പ്രതിസന്ധി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുവെന്നും മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്. അവരെ കുറ്റവാളിയായി കണ്ട് നാട് കടത്തുന്നതിനോട് മനസ്സാക്ഷിയുള്ളവർക്ക് യോജിക്കാൻ കഴിയില്ല എന്നാണ് മാർപ്പാപ്പയുടെ നിലപാട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.